നല്ല മഴ പെയ്തിരിക്കുന്ന ഒരു സമയം. ഈ ഒരു സമയത്ത് ഒരു സൂപ്പ് കഴിക്കാനായിട്ട് തോന്നില്ലേ? ഈ സൂപ്പ് ഉണ്ടാക്കാനായി ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെ മഴക്കാലമാണ്. നല്ല തണുപ്പത്ത് സൂപ്പൊക്കെ കഴിച്ചിരിക്കണം അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വെണ്ടയ്ക്ക, ഈ മൂത്ത വെണ്ടയ്ക്ക ഉണ്ടാവില്ല, അത് സാധാരണ എല്ലാവരും കളയുക ചെയ്യുക. അമ്മമാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പറയാം, അവർ പറയും മൂത്ത വെണ്ടയ്ക്കല്ല കളഞ്ഞേക്കാന്ന്. ഈ കളയുന്ന മൂത്ത വെണ്ടയ്ക്ക എടുത്തിട്ടാണ് നമ്മളിന്ന് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വെജിറ്റബിൾ സൂപ്പാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടിലൻ സൂപ്പ്. അപ്പോൾ ആ സൂപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, നമ്മുടെ കുടുംബത്തിൽ അംഗമായിക്കോളൂ. എന്നിട്ട് അതിൻ്റെ തൊട്ടുപുറത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നല്ല മൂത്ത വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം മൂത്ത വെണ്ടയ്ക്ക എല്ലാവരും കളയുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല മൂത്ത വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ അത് നമുക്ക് സൂപ്പിന് വേണ്ടിയിട്ട് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ 2 വെളുത്തുള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ ആ ഒരു രുചി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു വെളുത്തുള്ളി എടുത്താലും മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കഷ്ണങ്ങളുണ്ടെങ്കിൽ അതിടാം. ഞാൻ എന്തായാലും ഇത് വെച്ചിട്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു പാനിലേക്ക് വെക്കാം. അപ്പോൾ വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് മൂടി വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ 1-2 വിസിൽ കഴിയുമ്പോഴേക്കും കാര്യം റെഡിയായി കിട്ടും. അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഗുണങ്ങളും സത്തും മുഴുവൻ ഇങ്ങ് പോരണം. അപ്പോൾ ഇത് തിളയ്ക്കുവാണെങ്കിൽ നല്ലപോലെ തിളച്ച് അതെല്ലാം വെന്ത് കിട്ടണം. കഷ്ണങ്ങളെല്ലാം വെന്ത് അതിൽ നിന്ന് ആ ഗ്രേവി എല്ലാം ഇളകണം. കുക്കറിലാണെങ്കിൽ ഒരു 1-2-3 വിസിൽ കേട്ടാലും കുഴപ്പമില്ല. അപ്പോൾ കുക്കറിലാവുമ്പോൾ കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം വെച്ചോളൂ കേട്ടോ. നമുക്കൊരു 3 ബൗൾ സൂപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ വെണ്ടയ്ക്കയുടെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഒക്കെ അകത്തുനിന്ന് നല്ലതുപോലെ അതിൻ്റെ സത്തൊക്കെ വന്നു. അപ്പോൾ ഇതുപോലെ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകിൽ ഇത് ഊറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ആ കഷ്ണങ്ങളൊന്നും ചാടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഊറ്റിയെടുത്താൽ മതി. ഇതിൽ മുരിങ്ങക്കായ ഇടുവാണെങ്കിൽ നല്ലതാണ്, അതുപോലെ ബീൻസൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുപോലെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. മഷ്റൂമൊക്കെ നമുക്കിടാം, അങ്ങനെ ഇഷ്ടമുള്ളത് ഇടാം. ഇനി നല്ല സ്മെല്ല് കിട്ടാനായിട്ട് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇത്രയും ഒരു കുഞ്ഞു പീസ് വീതം നമുക്ക് വയ്ക്കാം. പിന്നെ ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ ഒരു ചെറിയ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. ഒരു കുറച്ചെണ്ണ, ഒത്തിരി എണ്ണ വന്ന ആ ഒരു എണ്ണയുടെ ഒരു ചുവ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഒന്ന് ചതച്ചാലും കുഴപ്പമില്ല, ചതച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ചെയ്യേണ്ടത്. ഏലക്ക ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ആ ഒരു സ്മെല്ല് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 ഉള്ളി എടുത്തിട്ടുള്ളൂ. ചിലർക്ക് ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു രുചിയും അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഉള്ളി എടുക്കാം. ഞാനിവിടെ 3 ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും നന്നായിട്ട് മൂത്ത് അതിൻ്റെ ആ ഒരു കളറ് മാറുന്ന പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒന്നുകിൽ മൈദ 1 ടീസ്പൂൺ അല്ലെങ്കിൽ കോൺഫ്ലവർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ. കറക്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അത് കൂടുതൽ മാവ് വന്നു കഴിഞ്ഞാൽ നല്ല തിക്കായിരിക്കും ഗ്രേവി. അപ്പോൾ അതുകൊണ്ട് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റോക്കെല്ലാം, അതായത് നമ്മുടെ വെജിറ്റബിളിൻ്റെ ആ സ്റ്റോക്കെല്ലാം മാറ്റി അതിൻ്റെ ആ ഗ്രേവി മാത്രം, അതായത് ആ ജ്യൂസ് മാത്രം നമുക്ക് ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്ത് അത് ഇളക്കി എടുക്കാം. കട്ട കെട്ടാതെ ഇനി നല്ലതുപോലെ ഇളക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അല്പാൽപമായിട്ട് ഇളക്കി ആ പൊടി ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാ നമ്മുടെ സൂപ്പിന് ഇത്രയും പണികളേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത്, ചിലർക്ക് സോസൊക്കെ അതിൻ്റെ ഒപ്പം കഴിക്കാൻ നേരത്തെ ഇടുവാണ് ഇഷ്ടം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് പുതിന ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. പുതിന ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് പുതിന ഇല ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റാണ് ഇഷ്ടമുള്ളതെങ്കിൽ
അതിന് മുകളിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ചിലർക്ക് കുടിക്കുന്ന സമയത്താണ് കുരുമുളക് പൊടി ഇടുന്നത്, അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിക്കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മൾ ബാക്കി വെക്കുന്ന വെജിറ്റബിൾസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകുമെന്ന് തോന്നുന്ന വെജിറ്റബിൾസ്, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത വെണ്ടയ്ക്ക കളയാതെ പെട്ടെന്ന് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ്. ഇതുപോലെ നല്ല തണുപ്പുള്ള മഴയുള്ള സമയങ്ങളിൽ കുട്ടികൾക്കും എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള ഒരു സൂപ്പാണ്. പിന്നെ ഈ ഒരു കൊറോണ ടൈമിലൊക്കെ വെജിറ്റബിൾസ് ധാരാളം കഴിക്കണം എന്ന് പറയും, പക്ഷേ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പാണ്. ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും കൂടെ വെച്ചിട്ട് നമുക്കിതുപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കാം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൂപ്പിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ത് പെട്ടെന്ന് ഉണ്ടാക്കി നല്ല കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള സൂപ്പാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. മൈദയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ മൂത്ത വെണ്ടയ്ക്ക അല്ലെങ്കിൽ വേണ്ടാത്ത വെജിറ്റബിൾ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് ബൂസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് കൊറോണയൊക്കെ ചെറുക്കാനായിട്ട് പറ്റുമെന്നാണ്. വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെജിറ്റബിൾ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു മഴക്കാലത്ത് നല്ല മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് സൂപ്പൊക്കെ കഴിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ഈ ഇതുവരെ നമ്മുടെ ഈ ഫാമിലിയിലേക്ക് കൂടിയില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.